10ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ പോയട്രി എന്ന കവിതയുടെ അപ്രീസിയേഷൻ വിശദീകരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. The poem Poetry is written by the very famous Chilean poet Pablo Neruda. പോയട്രി എന്നുള്ള ഈ കവിത രചിച്ചിരിക്കുന്നത് ഏറെ പ്രസിദ്ധനായ ചിലിയൻ കവി പാബ്ലോ നെരൂദയാണ്. The ecstatic feeling that the poet experienced when he was embraced by the poetic creativity is celebrated in the poem. ഏറെക്കാലം കവിയാകാൻ മോഹിച്ചു നടന്ന കവിക്ക് കവിത രചിക്കാനുള്ള സിദ്ധി ഒരു അനുഗ്രഹമായിട്ട് ലഭിച്ചപ്പോൾ അതിലുണ്ടായ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അത്യാഹ്ലാദവുമാണ് ഈ കവിതയിലെ വിഷയം. And this is the theme of the poem as well. ഈ കവിതയുടെ ആശയവും അതുതന്നെയാണ്. This poem is composed in the free verse style. ഈ കവിത ഒരു ഫ്രീ വേഴ്സ് സ്റ്റൈലിലാണ് രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ so that the poem does not have a consistent stanza system, metric pattern and rhyme scheme. ഒരു ഫ്രീ വേഴ്സ് കവിത ആയതിനാൽ കവിതയ്ക്ക് കൃത്യതയാർന്ന ഒരു സ്റ്റാൻസ സിസ്റ്റമോ മെട്രിക് പാറ്റേൺ അഥവാ ലൈൻ ലെങ്ത്, വരികൾക്ക് കൃത്യതയാർന്ന ഒരു ലെങ്ത് പാറ്റേൺ, അതോടൊപ്പം തന്നെ റൈം സ്കീം, ഇതൊന്നും ഇല്ല. There are 3 stages of the poet's experiences depicted in this poem. ഈ കവിതയിൽ കവിയുടെ അനുഭവങ്ങളെ 3 ഘട്ടങ്ങളിലായിട്ടാണ് വിശദീകരിക്കുന്നത്. The period when he wished to become a poet. അദ്ദേഹം ഒരു കവിയാകാൻ മോഹിച്ചു നടന്നിരുന്ന കാലഘട്ടം. When poetry arrived and touched him. അതുപോലെ തന്നെ കവിത അദ്ദേഹത്തെ തേടി വന്ന് അദ്ദേഹത്തെ പുൽകിയ ആ ഘട്ടം. And after he composed his first faint lines. കവി തൻ്റെ ആദ്യ അവ്യക്തമായ വരികൾ രചിച്ചതിന് ശേഷമുള്ള അനുഭവങ്ങളും ആ ഘട്ടവും. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് കവിയുടെ അനുഭവങ്ങളെ ഈ കവിതയിലൂടെ നമുക്ക് വായിച്ചെടുക്കാം. The poet says that the poetry arrived in search of him and touched him. കവി പറയുന്നു, കവിത അദ്ദേഹത്തെ തേടി വന്നു, അദ്ദേഹത്തെ സ്പർശിച്ചു. But he does not know where it came from, when and how. എന്നാൽ കവിക്കറിയില്ല എവിടെ നിന്നാണ് കവിത വന്നത് എന്ന്, എപ്പോൾ വന്നു, എങ്ങനെ വന്നു എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. He was a man without a face before the arrival of poetry. കവിതയുടെ വരവിന് മുമ്പ് കവി ഒരു മുഖമില്ലാത്ത മനുഷ്യനായിരുന്നു. അതായത് കവിത വന്ന് അദ്ദേഹത്തെ സ്പർശിക്കും മുമ്പ്, കവിത എഴുതാനുള്ള സിദ്ധി അദ്ദേഹത്തിന് ലഭിക്കും മുമ്പ് അദ്ദേഹം തനതായ ഒരു വ്യക്തിപ്രഭാവമോ പേരും പ്രശസ്തിയുമോ ഒന്നും കൈവന്നിട്ടില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. When it touched him, he became like a dumb and blind person. കവിത വന്ന് കവിയെ സ്പർശിച്ചപ്പോൾ സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു അന്ധനായ മനുഷ്യനെ പോലെയായി അദ്ദേഹം മാറി. But he felt something started in his soul. എന്നാൽ തൻ്റെ മനസ്സിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. He could not name exactly what it was. എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്, എന്താണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് എന്ന് പേരെടുത്ത് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. It was something like fever. ഒരു ഫീവർ പോലെയായിരുന്നു അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഫീവർ കൊണ്ട് കവിതയിൽ ഉദ്ദേശിച്ചത് പോയറ്റിക് പാഷൻ, കവിത രചിക്കാനുള്ള, അതോടൊപ്പം തന്നെ കവിതയോടുള്ള അടങ്ങാത്ത ആവേശം. ഓർ ഫോർഗോട്ടൻ വിങ്സ്, അതല്ലെങ്കിൽ കവി പറയുന്നത് തൻ്റെ മനസ്സിലുണ്ടായ മാറ്റങ്ങൾ ഫോർഗോട്ടൻ വിങ്സ് എന്നാണ് അദ്ദേഹം അതിനെ പേര് പറയുന്നത്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൻ്റെ മനസ്സിൽ സംഭവിച്ചത് ഏതോ തരത്തിലുള്ള നെയിംലെസ് ഇമോഷൻസ്, പേര് പറയാൻ കഴിയാത്ത ചില വികാരങ്ങൾ, ഓർ ഇൻബോൺ ബട്ട് അൺനോൺ അബിലിറ്റീസ്, അതുമല്ലെങ്കിൽ കവിയുടെ മനസ്സിൽ അറിയപ്പെടാതെ കിടന്നിരുന്ന ജന്മന അദ്ദേഹത്തിനുണ്ടായിരുന്ന ചില കഴിവുകൾ, ആ സിദ്ധികൾക്കൊക്കെ ഇപ്പോൾ ഒരു പുതുജീവൻ കൈവന്നിരിക്കുന്നു. കവിത അദ്ദേഹത്തെ സ്പർശിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിയപ്പെടാതെ കിടന്നിരുന്ന ചില വികാരങ്ങളും വിചാരങ്ങളും, തനിക്ക് ജന്മന കിട്ടിയതും എന്നാൽ അറിയപ്പെടാതെ പോയതുമായ ചില കഴിവുകൾ, അവയ്ക്കെല്ലാം ഇപ്പോൾ ചിറകുകൾ മുളച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. Deciphering that poetic passion or fire, he wrote his first lines.
തന്റെ മനസ്സിൽ തോന്നിയ ആ പോയറ്റിക് പാഷൻ, കവിത രചിക്കാനുള്ള ആവേശം എന്താണെന്ന് ഡിസൈഫർ ചെയ്തുകൊണ്ട് പരിശോധിച്ചറിഞ്ഞുകൊണ്ട് തന്റെ ആദ്യ വരികൾ അദ്ദേഹം രചിച്ചു. ദ ലൈൻ സീംഡ് ഫെയിൻഡ് ആൻഡ് സബ്സ്റ്റാൻസ് ഫ്രീ. തന്റെ ആദ്യ വരികൾ വളരെ അവ്യക്തവും അർത്ഥശൂന്യവുമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. പ്യുർ നോൺസെൻസ് ഓർ പ്യുർ വിസ്ഡം ഓഫ് സമൺ ഹു ന്യൂ നത്തിങ്. ഒന്നുകിൽ ആ വരികൾ പരിപൂർണമായ വിഡ്ഢിത്തം, അതല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അറിവില്ലാത്ത ഒരാളുടെ ചെറിയ ബുദ്ധിസാമർഥ്യം നിറഞ്ഞ വരികൾ എന്നൊക്കെയാണ് അദ്ദേഹത്തിന് സ്വന്തം വരികളെക്കുറിച്ച് തോന്നിയത്. When he wrote his lines, he could suddenly saw the heavens opened in front of him. ഏതായാലും ആദ്യ വരികൾ രചിച്ചതോടുകൂടി സ്വർഗലോകം മുഴുവനും അദ്ദേഹത്തിന്റെ മുമ്പിൽ മലർക്കെ തുറന്നിട്ട പോലെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാവനകൾ വികസിച്ചു. He could see everything in the universe from planets to palpitating plantations. അതോടുകൂടി പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. ഫ്രം പ്ലാനറ്റ്സ് ടു പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ്. ഗ്രഹങ്ങൾ തൊട്ട് കാറ്റിൽ ഇളകിയാടുന്ന തോട്ടങ്ങൾ വരെ അദ്ദേഹത്തിന് ദൃശ്യമായി. ദോ ഹി വാസ് ആൻ ഇൻഫിനിറ്റേസിമൽ ബീയിങ് ആൻഡ് സിമിലാരിറ്റി ഓഫ് ഇഗ്നോറൻസ്. കവി ആൻ ഇൻഫിനിറ്റേസിമൽ ബീയിങ്, ഏറ്റവും നിസാരമായ ഒരു ജീവിയെപ്പോലെയാണെങ്കിലും, ആൻഡ് സിമിലാരിറ്റി ഓഫ് ഇഗ്നറൻസ്, അജ്ഞതയുടെ പ്രതീകമാണ് കവിയെങ്കിലും, he could enjoy the beauty of the starry sky. നക്ഷത്രങ്ങളാൽ അലങ്കൃതമായ ആകാശത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. and feel himself to be a part of the abyss. അതോടൊപ്പം തന്നെ അബിസ്, പാതാളത്തിന്റെ ഒരു ഭാഗമാണ് താനെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ അനുഭവപ്പെട്ടു. പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളുടെയും ഒരു ഭാഗമായിട്ട് കവിക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നു. He could travel with the stars. നക്ഷത്രങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കവിക്ക് കഴിയുന്നു. And his heart became as free as the wind. കവിയുടെ ഹൃദയം കാറ്റിനെ പോലെ സ്വതന്ത്രമായിരിക്കുന്നു. ഇതെല്ലാം ഇദ്ദേഹത്തിന് സാധിച്ചത് കവിത രചിക്കാനുള്ള സിദ്ധി കൈവന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ആദ്യ വരികൾ രചിച്ചു തുടങ്ങി. അതോടുകൂടി കവിയുടെ വേൾഡ് ഓഫ് ഇമാജിനേഷൻ, ഭാവനയുടെ ലോകം വളരെയധികം വികസിച്ചു. അതുകൊണ്ട് പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളുടെയും ഒരു ഭാഗം തന്നെയാണ് താനെന്ന് കവിക്ക് അനുഭവപ്പെടുന്നു. ദിസ് പോയം ഈസ് ഇൻ ദ ഫ്രീ വേഴ്സ് സ്റ്റൈൽ. ഈ കവിത ഫ്രീ വേഴ്സ് സ്റ്റൈലിൽ രചിക്കപ്പെട്ട ഒരു കവിതയാണ്. പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ, ഇറ്റ് ടച്ച്ഡ് മീ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ. കവിതയിൽ പറയുന്നു, കവിത എന്നെ തേടി വന്നു, എന്നെ സ്പർശിച്ചു എന്നൊക്കെയുള്ള ഈ പരാമർശങ്ങൾ പേഴ്സോണിഫിക്കേഷൻ എന്ന ഫിഗർ ഓഫ് സ്പീച്ചിന് ഉദാഹരണമാണ്. The poet doubts whether poetry came from winter or a river. ഈ കവിതയിൽ കവി സംശയിച്ചുകൊണ്ട് പറയുന്നു, കവിത വന്നത് വിന്ററിൽ നിന്നാണോ റിവറിൽ നിന്നാണോ എന്നുള്ളത്. വിന്റർ ഇൻഡിക്കേറ്റ്സ് എ ഫ്രോസൺ സ്റ്റേറ്റ്. വിന്റർ എന്നുള്ളത് തണുത്തുറഞ്ഞ ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നു. ആൻഡ് റിവർ എ ഫ്ലോയിങ് സ്റ്റേറ്റ്. എന്നാൽ റിവർ ഒരു ഒഴുകുന്ന അവസ്ഥയെയും സൂചിപ്പിക്കുന്നു. ആൻഡ് ദസ് ദ പോയറ്റ് ക്രിയേറ്റ്സ് ദ ഫിഗർ ഓഫ് സ്പീച്ച് കോൺട്രാസ്റ്റ്. അതുവഴി ഈ കവിതയിൽ കോൺട്രാസ്റ്റ് എന്നുള്ള ഫിഗർ ഓഫ് സ്പീച്ച് കവി അതിമനോഹരമായിട്ട് ഉപയോഗിക്കുന്നു. എക്സ്പ്രഷൻസ് ലൈക്ക് നോട്ട് വോയിസസ് നോർ സൈലൻസ്, പ്യുർ നോൺസെൻസ്, പ്യുർ വിസ്ഡം, ഫ്രം ദി അതേഴ്സ് or returning alone are also examples of contrast. ഇവയൊക്കെ തന്നെ വോയിസസ്, സൈലൻസ് എന്നുള്ളത് കോൺട്രാസ്റ്റുകൾക്ക് ഉദാഹരണമാണ്. നോൺസെൻസ്, വിസ്ഡം എന്നുള്ളതും കോൺട്രാസ്റ്റിന് ഉദാഹരണമാണ്. ഫ്രം ദി അതേഴ്സ്, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് എന്ന് പറയുന്നതും, ഓർ റിട്ടേണിംഗ് എലോൺ, തനിച്ച് മടങ്ങി വരുന്നത് എന്ന് പറയുന്നതും, ആളുകളുടെ കൂട്ടത്തിലാകുന്നതും തനിച്ചാകുന്നതും, ഇതെല്ലാം തന്നെ കോൺട്രാസ്റ്റുകൾക്ക് ഉദാഹരണമാണ്. There are many instances of alliteration. കവിതയിൽ അലിറ്ററേഷൻ എന്നുള്ള ഫിഗർ ഓഫ് സ്പീച്ചിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. such as something started in my soul. ഇവിടെ സ് സൗണ്ടുകൾ ആവർത്തിക്കപ്പെടുന്നു. ഫീവർ ഓഫ് forgotten എന്നുള്ളിടത്ത് ഫ് സൗണ്ടുകൾ ആവർത്തിക്കപ്പെടുന്നു. പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻ, ഇവിടെ പ് സൗണ്ടുകൾ ആവർത്തിക്കുന്നു. ഫയർ
ആൻഡ് ഫ്ലവേഴ്സ്. വീണ്ടും ഫ് സൗണ്ടുകൾ ആവർത്തിക്കപ്പെടുന്നു. ഇങ്ങനെ ധാരാളം അലിറ്ററേഷൻസ് ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദ പോയം ഈസ് റിച്ച് വിത്ത് വേരിയസ് ഇമേജസ്. വിവിധങ്ങളായിട്ടുള്ള ഇമേജുകൾ കൊണ്ട് സമ്പന്നവുമാണ് ഈ കവിത. ഇത്രയുമാണ് പോയട്രി എന്ന കവിതയുടെ അപ്രീസിയേഷൻ. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. ഇംഗ്ലീഷ് എജു സ്പോട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.